വടി പുളിയെ കയറി ഒരു കയ്യബദ്ധം നാറ്റുകരുത്. സെലിബ്രിറ്റീസിനെ പോലെ ഇച്ചിരി മറ്റേ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഞങ്ങളെക്കാറും കൂടെയാണ്. ഇനി കൂട്ടത്തിൽ സകല വള്ളിയും പിടിക്കുന്നതാരാ? അപ്പോ നമ്മുടെ ഇന്നത്തെ പരിപാടി എല്ലാവർക്കും ഉണ്ട്. അപ്പൊ നമുക്കൊരു ടാങ്ക് ട്വിസ്റ്റർ കൊടുക്കാം. അന്തിക്ക് കുന്തി ദേവി കിണ്ടി കരുകുമ്പോൾ കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. A few moments later. അന്തിക്ക് കുന്തി ദേവി കുണ്ടി കറി പൊടിയിലിട്ട് പൊറി. എടാ എനിക്കൊന്ന് ഓക്കെ. ഏറ്റവും നന്നായി ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സിന്റെ അടി മേടിക്കുന്നവരാ അല്ലെങ്കിൽ വഴക്ക് മേടിക്കുന്ന ഇല്ല വഴക്ക് മേടിക്കുന്നവരാ? അല്ല അറിയത്തില്ല അല്ല ഞാൻ ചോദിക്കട്ടെ, ഇവരെ നിങ്ങൾ ഫസ്റ്റ് ഇപ്പൊ കാണുന്ന ഇവര് നേരത്തെ ടിവിയിലൊക്കെ ഉണ്ടല്ലോ, അപ്പൊ നിങ്ങൾ ഇപ്പൊ +1 പരിചയപ്പെട്ടെ, അപ്പൊ ആദ്യം ഇവരോട് മിണ്ടാനൊക്കെ ഒരു മടി ഉണ്ടായിരുന്നു? പലരും പലതാണല്ലോ പറയുന്നത്. ഇവനും പണ്ട് പഠിച്ച സ്കൂളിൽ ഉണ്ടായിരുന്ന ഇവൻ ഞങ്ങളുടെ ക്ലാസ്സിലുണ്ടായിരുന്ന ഇവന്മാരുമായിട്ട് വലിയ പരിചയമില്ലായിരുന്നു. 10 ആയപ്പോഴത്തേക്കും മിണ്ടി തുടങ്ങിയതാ. +1 കയറിയപ്പോഴാണ് ഞങ്ങൾ ഇത്രയും പേര് കൂട്ടാവുന്നത്. ഇനി ഉണ്ട്. എന്തിനായിരുന്നു എടാ ഇവര് നിങ്ങൾ എല്ലാരും കൂടി പുറത്തു പോകുമ്പോ ഇവരോട് ആൾക്കാർ ഇങ്ങനെ സെൽഫി ഒക്കെ എടുക്കൂലേ? ഫോട്ടോ എടുത്ത് മടുത്തു. ആണോ? അപ്പൊ നിങ്ങൾക്ക് തോന്നാറുണ്ടോ ഇതുപോലെയൊക്കെ എന്നാണ് ഞങ്ങളെ ഫോട്ടോ അഡ്വാൻസ് ആയിട്ടുള്ളൂ? ഇടക്കുന്നില്ല അവന് മൈക്ക് കൊടുത്തേക്കട്ടെ. ഓക്കെ. അല്ല അപ്പൊ ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്കും തോന്നാറില്ലേ? ഇല്ലേ? കൊച്ചി ടി വി കണ്ടോണ്ട് സമയം ഇവന്മാരോടെ എല്ലാം പോയിരുന്നെങ്കിൽ ഫോട്ടോ എടുത്ത് നമുക്ക് കിടക്കാം. ഇവർ ആദ്യമായിട്ടാണ് ഞങ്ങക്ക് കഴിവുണ്ടെന്ന് പറയുന്നത്. അതെ ഞാനത് തന്നെ പറഞ്ഞു, അറിയാതെ ഇവന്മാർക്കുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഉമാർക്കില്ലേ? ഇനി അങ്ങോട്ട് മുത്തതായിരിക്കും ഇത്. പോട്ടെ, ഇവർ രണ്ടുപേരും ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് എന്താ? 10 പേര് അറിയും. പിന്നെ ടീച്ചേഴ്സിന്റെ എന്തെങ്കിലുമൊക്കെ സോപ്പിട ഉണ്ടെങ്കിൽ ഉമ്മാരെ തള്ളി വിടുക. ഇവര് ടീച്ചേഴ്സിന്റെ പെറ്റാണോ? ആണോ? ആണോ? ഇവനോ ടീച്ചേഴ്സിന്റെ മെയിൻ പറ്റോ? അതെന്താ? എന്താ കാര്യം? ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിക്കുന്നവനാണോ? +2 ഇതുവരെ കഴിഞ്ഞിട്ടില്ല, പിന്നെ സ്കൂളിൽ അധികം കാര്യങ്ങൾ പുറത്തു വിടണ്ടത്. കൂട്ടത്തിൽ ഏറ്റവും പാവം ഈ ഇരിക്കുന്ന ആളാണോ? ഇതാണോ? അധികം സംസാരിക്കുന്നൊന്നുമില്ല. അവന് ഇവനൊക്കെ ഒരേപോലെ. ഇവന് ഇൻട്രോവേർട്ടാ, ഇവന് ഇൻട്രോവേർട്ടാ. ഇവിടെ വന്നതിൽ ഞാൻ കണ്ട 2 എക്സ്ട്രോവേർട്ടുകളാണ് ഇങ്ങേറ്റവും അങ്ങേറ്റവും ഇരിക്കുന്നത്. ബാലൻസ് ചെയ്യാൻ വേണ്ടിയാ. നമ്മുടെ KGF സിനിമ എടുക്കണമെങ്കിൽ നാഷായിട്ട് ആരായിരിക്കും ഇതിൽ പ്ലേസ് ചെയ്യാൻ? നിങ്ങൾ രണ്ടുപേരും ആരായിരിക്കും അതിൽ നായകൻ? നിങ്ങൾ രണ്ടുപേരും കൂടി ഡയറക്ട് ചെയ്യണമെങ്കിൽ ഇതിൽ ആരായിരിക്കും നായകനാക്കുക? എന്നാലും ആരായിരിക്കും? അതവൻ കുറച്ച് പിഷാടിയുടെ കട്ട. ഒരു കട്ടുണ്ട്. നാളെ തൊട്ട് ഓക്കെ, ഇതെല്ലാം വിട്. നമുക്ക് ഈ ആശും സിനിമയും പരിപാടി സംഭവങ്ങളൊക്കെ ഇവന്മാര് സ്കൂളിൽ കിടന്ന് കാണിക്കുന്ന ഭയങ്കര അലമ്പ് കുരുത്തക്കേട് അതൊക്കെ എന്താ? ഈ വർഷം ഇവന്മാര് കൂടുതലും ക്ലാസ്സിൽ വരാൻ തുടങ്ങി. കഴിഞ്ഞ വർഷം അങ്ങനെ ഇല്ലായിരുന്നു. ഈ വർഷം ഓണം അതിന് മുമ്പ് കുറച്ച് ക്ലാസ് വരാൻ തുടങ്ങി.
അല്ല ഞങ്ങളിപ്പോ ടി വിയിലാണല്ലോ കാണുന്നത്. അപ്പൊ ടി വിയിൽ നല്ല സ്കിറ്റൊക്കെ ചെയ്യുന്ന നല്ല നല്ല 2 കുട്ടികൾ. ശരിക്കും ഫ്രണ്ട്സിനല്ല സ്കൂളിലൊക്കെ ഉള്ള അലമ്പും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. ആദ്യം വിചാരിച്ച സെലിബ്രിറ്റീസിനെ പോലെ ഇച്ചിരി മറ്റേ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി ഞങ്ങളെക്കാറും കൂടെയാണ്. നല്ല അഭിപ്രായമാണല്ലോ. ഇരുന്നങ്ങ് ഉരുക അങ്ങ്. നന്നായി ഇറങ്ങി പ്ലാനായിരുന്നു ഇവന്മാരെ കൊണ്ടുവരണം. ഞാനാ പറഞ്ഞത്. അറിയാതെ പറ്റിപ്പോയതാ. എന്തായാലും കൊള്ളാം അല്ലേ, അടിപൊളി. സപ്പോർട്ടീവ് ആണ്. ഗ്യാങ് ഇവര് കുറ്റൊക്കെ പറയെങ്കിൽ നിങ്ങൾ വിളിച്ചപ്പോ ഓടി വന്നില്ലേ? എല്ലാവരും ഓടി എത്തി. ക്യാമറ ഉള്ളതുകൊണ്ടാ. അല്ലെങ്കിൽ വരാറില്ലടാ, ക്ലാസ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാറുള്ളല്ലേ അങ്ങോട്ട്. എപ്പോഴും ഇവിടെ വന്ന് കിടക്കുന്ന ഭക്ഷണം കൊടുക്കോ? അതുകൊണ്ടാ റൂമിൽ വന്ന് ഇരുന്ന് ഗെയിം കളി. ആണോ? നിമിഷ. ആരാണ് ഇതിൽ ഏറ്റവും വലിയ ഗെയിമർ? ആരാ? ഇവര് തന്നെയാണോ? സച്ചിൻ. ഓക്കെ. ഓക്കെ, ഇനി ഞാൻ അങ്ങേറ്റത്ത് നിങ്ങേറ്റം വരെ ചോദിക്കാം. ഇവർ രണ്ടുപേരുടെയും ഓരോ ക്വാളിറ്റി വെച്ച് പറഞ്ഞു നോക്കും. ക്വാളിറ്റിയോ? ഓരോന്ന് പറഞ്ഞു നോക്കും. ഇല്ലാന്നൊന്നും പറയില്ല, എന്തെങ്കിലുമൊക്കെ പറയാം. ഓക്കെ. അവരൊക്കെ തിരിഞ്ഞിരുന്നു. ക്വാളിറ്റി എന്ന് പറയുന്നത് ഞാൻ പറയും. ഇവന്റെ എന്റെ അങ്ങനെ പറഞ്ഞോ. ഇവരുടെ ക്വാളിറ്റിയോ? ഗൂഗിളിൽ തപ്പാൻ അയ്യോ, എന്തുണ്ടായാലും ജിമിനി തപ്പുന്നവനാണ്. എന്തുണ്ടായാലും ജിമിനി അല്ല ഞങ്ങൾക്ക് അറിയാം. പഠിക്കും. ഇവൻ പഠിക്കും. പഠിക്കും. ഇവൻ എന്റെ കൂടെ ഇരുന്ന് പരീക്ഷയ്ക്ക് തോറ്റ് ഞങ്ങളെ ഒരുമിച്ചിരുന്ന് നോക്കി. പക്ഷെ ഇവൻ പറഞ്ഞ വാക്കിന് നന്ദിയുള്ള. ഞാൻ ഒരു പേജേ പരീക്ഷ എഴുതിയുള്ളൂ, ഇവന് ഒരു പേജേ എഴുതിയുള്ളൂ. തോക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് നിനക്ക് എത്ര ഉണ്ടായിരുന്നോ മാക്സിമം മാർക്ക്? ഇവൻ പറഞ്ഞേട്ടാ, പറഞ്ഞ വാക്കിന് നന്ദിയുള്ളവനാ. ഒരു മാർക്ക്, ഇവനും 1 മാർക്ക്, 3 മാർക്ക്. വലിയ മാറ്റമൊന്നുമില്ല. ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ സ്കൂളിൽ കാണുമല്ലോ. ഇവൻ പാവാ. എല്ലാവരും പറഞ്ഞു ഇവൻ പാവാ. എന്താ വാക്കെന്ന് പറയുന്നത്? ഇപ്പൊ ഇവൻ ഇവരെ കണ്ട ഇവൻ പാവാന്നല്ലേ തോന്നത്തുള്ളൂ. അങ്ങനെ തോന്നുന്നുണ്ട്. അതെ, ഇവനും പാവാ. നിനക്ക് ആകെ പാവാന്ന് മാത്രമേ അറിയുള്ളൂ. ഇവൻ പാവാ, ഞാൻ പാവാ, ഇവനും ഇവൻ പഠിപ്പിച്ചു വിട്ടേക്കുന്ന ആളാ. അല്ലടാ, അവർക്ക് പാവാന്ന് തോന്നി. മറ്റേ കുഞ്ഞിക്കുഞ്ഞാത്ത സായികുമാർ ഇല്ലേ, സെയിം അതുപോലെ തന്നെ. ദൈവമേ, മുടിയൊക്കെ വെട്ടിക്കേണ്ടത്, കണ്ണൊക്കെ പിന്നെ ചുവന്ന്. അതിന്റെ ഇടയ്ക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ചർച്ചയാണ്. ഈ സായികുമാർ എന്ന് പറയുമ്പോൾ ആരായിട്ട് വരും? ദൈവമേ. അവന് ജെമിനിയോട് ചോദിച്ചാലേ അറിയത്തില്ല. ഈ കൊറേ പ്ലാനുകളില്ലേ നിങ്ങളുടെ ഈ കൂട്ടത്തിൽ? കൊറേ പ്ലാനുകൾ കൊടുത്തിടുന്ന ആരാണ്? അത് ഇവരാണ്. എല്ലാ പ്ലാൻ തുടങ്ങും, വന്നിട്ട് അവൻ വരത്തില്ല. സിനിമ കാണാൻ പോകുന്ന പ്ലാൻ എന്നിട്ട് അവൻ പറയുന്നത് ഏതെങ്കിലും ഒരു അച്ചാച്ചന്റെ പേര് പറയും. അച്ചാച്ചന് വയ്യ, എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം. എടാ ഇത് കേട്ടെ. അവൻ എപ്പോഴുള്ള എന്തേലും പ്ലാൻ അവൻ ആദ്യം ഇടും. എല്ലാവരുടെയും കൂട്ടത്തിൽ കാണും ഇതുപോലെ പ്ലാൻ ഇടാന്ന്. ഇവൻ പറയും നമുക്ക് സിനിമ കാണാൻ പോകും. ഓക്കെ, ഡേറ്റ് ഒക്കെ പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ പറയും അച്ചാച്ചന്റെ മോളുടെ മാമൂസ്. എല്ലാ പ്രാവശ്യം ഒരു അച്ചാച്ചനുണ്ടാവും. എത്ര ഇതിന് മാത്രം അച്ചാച്ചനെ ഓരോ പ്രാവശ്യം ഓരോ അച്ചാച്ചന്മാരെ ഇവൻ ഇറക്കും. ഇവന്റെ അച്ചാച്ചൻ ഇത് കാണുമ്പോൾ അറിയത്തില്ലല്ലോ. പോലീസിലാട്ടോ. ഞങ്ങൾ കോട്ടയംകാർക്ക് അച്ചാച്ചൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ. ഇനി കൂട്ടത്തില് സകല വള്ളിയും പിടിക്കുന്നതാരാ? അതെന്താണ് എല്ലാരും ഒറ്റ ഒരു വള്ളി പറഞ്ഞേ? എന്താ ഭക്ഷണം കണ്ട എല്ലാവരും മറക്കുന്നതാരാ കൂട്ടത്തില്? അല്ല, അങ്ങനെ അവനങ്ങനെ ഫുഡ് കഴിക്കുന്നവനല്ല. ഇല്ല, ഫുഡ് കണ്ടോ ചാടി വീഴുന്ന ടൈപ്പല്ല. അങ്ങനെ സ്വയം ചോദിക്കാം. അങ്ങനെ ആരെങ്കിലും ടൂറ് പോയപ്പോഴത്തേക്ക് വണ്ടിക്കാന്ന് പറഞ്ഞ് ഓടിയാരാടാ? അൽഫാമോ? അത് വിശന്ന് ഒച്ചയൊക്കെ കേട്ട് തുടങ്ങിയ വൈദ്യുതി. ഓക്കെ, ഇവർക്ക് ഗേൾസ് ഫാൻസ് ഉണ്ടോ സ്കൂളില്? സ്കൂളില്ല. പക്ഷെ കുറെ പേര് മെസ്സേജ് അയക്കാറുണ്ട്. കെവിൻ ചേട്ടന്റെ ഫ്രണ്ട് ആണോ? ഹായ് പറയാവോ? നിങ്ങൾക്ക് മെസ്സേജ് വരാറുണ്ട്? എടുത്ത് കാണിക്കുന്നു. റിപ്ലൈ കൊടുക്കും. എവിന്റെ സംസാരിച്ച് സെറ്റ് ആവും. എവിന്റെ ഫോട്ടോ തരാം, അതൊക്കെ പണി തീരും. ഇവന്റെയൊക്കെ ഹൈലൈറ്റ് നോക്കുമ്പോ എന്റെ പരിപാടി തീരും. അതല്ല. അപ്പൊ എന്തായാലും നമ്മുടെ കൂട്ടുകാരന്മാരുടെ കഴിവുകൾ നമുക്കൊന്ന് കാണണ്ടേ? അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുത്താലോ എല്ലാവരും? ഞങ്ങള് കാണാത്ത എന്ത് കഴിവ് ഒന്ന് കാണുമല്ലോ. ഓക്കെ, നിങ്ങൾക്കും നിങ്ങളടുത്തുണ്ട്, പിന്നെ നിങ്ങൾക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പൊ നമുക്കൊരു ടങ് ട്വിസ്റ്റർ കൊടുക്കാം. എന്താണ് പറയിപ്പിക്കാൻ? എപ്പോഴും നമ്മൾ കേൾക്കുന്ന സാധനം തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ?
അത് ഞാൻ പറയാം പറഞ്ഞോ. ചരലുരുളുമ്പോൾ മണലുരുളൂല. അത് വേണം. അത് വേണം. സാധാരണ പറയുന്ന പോലെ തിരിയില്ല. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. ചരലുരുളുമ്പോൾ മണലുരുളൂല. വേറെ ഓക്കെ, വേറെ പറയാം. വേറെ തരാം. ഓക്കെ. അയ്യോ, ഞാൻ പറഞ്ഞപ്പോ തെറ്റിപ്പോവോ? പുളി വടിയെ കേറി വടി പുളിയെ കേറി. എന്നാ പുളി വടിയെ കേറി. പുളി വടിയെ കയറി വേണ്ട ഇപ്പഴേ പോയി. പുളി 5 പ്രാവശ്യം പറയണം. പുളി വടിയെ കയറി വടി പുളിയെ കയറിയോ? 5 പ്രാവശ്യം പുളി വടിയെ കയറി വടി പുളിയെ കയറി പുളി വടിയെ കയറി വടി പുളിയെ കയറി പുളി വടിയെ കയറി വടി. അതല്ല, ഇവനൊക്കെ ഇപ്പൊ പൊട്ടും നശിപ്പിച്ച്. ചേട്ടാ അത് തന്നെ അടുത്താക്കി കൊടുത്തേ. ഓക്കെ, അടുത്തോ. അത് തന്നെ കൊടുക്ക്. പുളി വടിയെ കയറി വടി പുളിയെ കയറി ബാക്കി തടവി കൊടുത്തേ, ചെക്കനാകെ വിറച്ചു തുടങ്ങി. വടി പുളിയെ കയറി പുളി വടിയെ കയറി പുളി വടിയെ കയറി വടി പുളിയെ കയറി പുളി വടിയെ കയറി പുളി വടിയെ ഒപ്പിച്ച്. ഇനി ഇവന് മറ്റത് ചരലുരുളുമ്പോൾ മണലുരുളൂല. ചതലുരുളുമ്പോ മണലുരുളും. ചതലുരു ആദ്യമേ പോയി ചേട്ടാ വേണോ അടുത്ത അത് മറ്റേ സാധനം തരട്ടെ, മറ്റേ കുന്തി ദേവിയുടെ ഐറ്റം. കിണ്ടി കഴിക്കുമ്പോൾ കിണ്ടി വരണ്ട് കുണ്ടിൽ വീണു. ഇത് മാത്രം പഠിച്ചോണ്ടിരിക്കും കുറെ നേരമായിട്ട്. കൈ എഴുതി വെച്ചോണ്ട് എന്തോ ഒന്നും കൂടെ പറയും. അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴിക്കുമ്പോൾ കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. ഓ നേരത്തെ കുണ്ടിലാണോ? നീ അത് കേക്കും. നീ കണ്ടാലറിയാം നീ അത് കേക്കും. സിമ്പിൾ ആയിട്ടുള്ളതാണോ? സിമ്പിൾ ആണോ? ശരി പോട്ടെ, സിമ്പിൾ ആയിട്ട് തരാം. റെഡ് ബൾബ് ബ്ലൂ ബൾബ്. റെഡ് ബൾബ് ബ്ലൂ റെഡ് ബൾബ് ബ്ലൂ ബൾബ്. ഓക്കെ, അതെ. ഇപ്പൊ നമ്മുടെ ചെക്കൻ പറഞ്ഞു തരുമോ? എന്നെ അമ്മ വിളിച്ചു. ഇല്ല, ആരും പിടിച്ചില്ല, പറയടാ. റെഡ് ബൾബ് ബ്ലൂ ബൾബ്. റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ അയ്യോ. ഓക്കെ, അവര് വേറെ എല്ലാത്തിലും മിടുക്കുന്നതാണ്. പറഞ്ഞു. ചരലുരുളുമ്പോൾ മണലുരുളൂല, മണലുരുളുമ്പോൾ ചരലുരുളൂല. ചരൽ ഉരുളുമ്പോൾ മണലുരുളൂല, മണലുരുളുമ്പോൾ ചരലുരുളൂല, മണലുരുളുമ്പോൾ ചരലുരുളൂല. ചരളല്ലടാ, ചരല്. ആ, കോട്ടയം. ചരലുരുളുമ്പോൾ മണലു വേറെ മറ്റേ ഇതിന്റെ ഐറ്റം. അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴിക്കുമ്പോൾ കിണ്ടി വരണ്ട് കുണ്ടിൽ വീണു. എടാ അവൻ പറഞ്ഞ സ്റ്റൈൽ കേട്ടാ. നീ ഒന്ന് ഫോക്കസ് ചെയ്തേരാ. നീ നേരത്തെ പറഞ്ഞ ഷർട്ടിലൊക്കെ പിടിച്ചിട്ടുണ്ട്. അന്തിക്ക് കുന്തി ദേവി കുണ്ടി ഓക്കെ, ഒരു 10 നിമിഷം കൊടുക്കൂ. അത് തന്നെ അഭിലാഷ്, ഒരു 10 മിനിറ്റ്. എക്സ്പ്രഷൻ ഉണ്ട്. അത് അതിങ്ങനെ ഷർട്ടൊക്കെ ഉള്ള കുടിച്ചു. അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴിക്കുമ്പോൾ കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. ഇനി ഇവിടെ അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ മ്യൂട്ട് ചെയ്യുമ്പോ ആൾക്കാർ വിചാരിക്കും വല്ല തെറിയല്ലോ. ഓക്കെ, ഇനി ലാസ്റ്റ് വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി. പറയാം. വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി മോനെ, കുന്ന് വണ്ടി നിനക്ക് വലുതാകുമ്പോ ആരാവൻ ആഗ്രഹം? പോലീസ്. കള്ളന്ന്. അച്ഛന് പണിയുണ്ടാക്കി പോലീസിലാ. അച്ഛന് ജോലി കള്ളനായി. കള്ളനായി അച്ഛന് ജോലി ഉണ്ടാക്കി കൊടുക്കാനാണ്. അച്ഛന്റെ പ്രമോഷന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അച്ഛൻ ഏത് സ്റ്റേഷനിലാ? എസ് ആണോ? എസ് ആണോ? ഓ മിടുക്കൻ, അടിപൊളി. അതാ വേഗം. ഓക്കെ, അന്ന് ലാസ്റ്റ് നമുക്ക് ഒരു പാട്ടോട് കൂടി വൈൻഡപ്പ് ചെയ്യാം. ആരാണ് നമുക്കൊരു പാട്ട് പാടാൻ പറ്റും? അയ്യോ, നമ്മൾ ഒരു കാര്യം മറന്നുപോയി. ക്രിസ്മസ് ആണല്ലോ നമ്മുടെ മെയിൻ കാര്യം. നിങ്ങളുടെ ക്രിസ്മസ് കരോൾ പാടാം. അല്ല, ക്രിസ്മസ് വിശേഷങ്ങൾ പറ. ക്രിസ്മസിന് പറഞ്ഞില്ലല്ലോ. സ്കൂളിലൊക്കെ ക്രിസ്മസ് ആഘോഷമൊക്കെ ആയില്ലേ? ജൂനിയേഴ്സിനെ +2 ആയതുകൊണ്ടാണ് തോന്നുന്നു.
അതുകൊണ്ടാണോ അതോ വല്ല സസ്പെൻഷനിലും ആണോ നിങ്ങളൊക്കെ അല്ലേ ഇവരായിട്ടുള്ള പിള്ളേരല്ല. അത്ര എത്തിയിട്ടില്ല. കരോളിനൊക്കെ പോയിട്ടുണ്ടോ നിങ്ങള്? കരോളിന് വേറെ വീട്ടിലൊക്കെ പോവാറുണ്ട്. വേറെ വീട്ടിലില്ല. നോക്കിടാ. ശരി പറയൂ അതിന്റെ എക്സ്പീരിയൻസ്. മതി കഴിഞ്ഞു. ഇനി ശരിക്കല്ലേ നീ തെറ്റിച്ചാടോ ടങ് ട്വിസ്റ്റർ. ഞാൻ അതല്ല മിണ്ടാണ്ടിരിക്കണത്. ചേട്ടനും കൊടുക്കണം കേട്ടോ ഒരു ടങ് ട്വിസ്റ്റർ. ചേട്ടൻ എന്തേലും ഇട്ട് തരണ്ടേ? അല്ല ടങ് ട്വിസ്റ്റർ. കടി ഷെക്ക്. എടാ ഇവന് കറി ഷെക്ക്. കറി പൊടിയിലിട്ട് പൊടി കറിയിലിട്ടു. ചേട്ടൻ ചേട്ടൻ എടാ കറി പൊടിയിൽ വീണ് പൊടി കറിയിൽ വീണ് ഇതിന് നേരെ പറഞ്ഞു തന്നെ എനിക്ക്. അല്ല കറക്റ്റാ. കടി കടി കറി പൊടിയിൽ കറിയിൽ വീണു. എടാ അവൻ ഇട്ടെന്ന് പറഞ്ഞു ഇട്ട് വീണെന്നോ. മതി ഇട്ട് മതി. കറി പൊടിയിലിട്ട് കറി പൊടിയിലിട്ട് പൊടി കറിയിലിട്ട് കറി പൊടിയിലിട്ട് പൊടി കറിയിലിട്ട് കറി പൊടിയിലിട്ട് പൊടി. പവർ കൂടിയതാ കയ്യിൽ. ഞാനിതല്ല പ്രതീക്ഷിച്ചത്. എടാ ഒരെണ്ണം ഞാൻ തെറ്റിച്ചു കൊടുത്തല്ലേ. ഓക്കെ എന്താ നമുക്ക് ഇതൊരു നാറിയ തെറ്റിലേക്ക്. ലൈൻ കട്ട്. ഓക്കെ എന്നാ നമുക്ക് കരോൾ ഗാനത്തിലേക്ക് കിടക്കാം. കരോൾ ഗാനത്തിലേക്ക്. ആ ഒരു പാട്ട് പറയണം. നീയൊക്കെയല്ലേ പാട്ട് മറ്റേ സാധനം അറിയോ? അറിയായിരിക്കില്ല. മറ്റേ ഗബ്രിയേലിൻ സർവ്വലോകർക്കും നന്മയേകും കാരുണ്യമായി എടാ നീയല്ലേ മ്യൂസിക് ല്ലോ. ബാക്കി പാടണം. പാട്ട് മാറ്റാം നമുക്ക്. യഹൂദിയായിലെ പിടി. ആ യഹൂദിയായില്ലേ. യഹൂദിയിൽ യഹൂദിയായിലെ ഒരു യാമത്തിൽ ഒരു ധനുമാസത്തിൽ രാപ്പാത്തിരുന്നൊരു യജപാലകൻ ദേവരാഗം കേട്ടു ആമോദര വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ. ബാക്കി എന്നാ? ഒരാള് മാത്രമേ പാടുന്നുള്ളൂ. ബാക്കിയൊരു ക്ലാസ്സിൽ ഭയങ്കര കണ്ണും കണ്ണും കാത്തിരുന്നു. ഓ അത് വേണം. അത് നൈസാ. Ready, 1, 2, 3 start. കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ആകാശവീതിയിൽ മാലാഖമാരവർ സ്നേഹത്തിൻ നിറകൂടമായി താരാട്ടു പാടിയുറക്കിടുവാനായി മനതരിൽ നിനച്ചിരുന്നു. എത്ര നല്ല സ്നേഹത്തിൽ തന്ന നല്ല നാഥനെ. മെല്ലെ ബാക്കി തീർന്നു. ഓക്കെ എന്തായാലും അടിപൊളി മച്ചാൻ, അടിപൊളി, സൂപ്പർ. ഇവൻ കൊള്ളടാ, ഇവൻ രസമായിട്ട് പാടുന്നുണ്ട്. ശിവൻ പാടിയതിന്റെ എക്കോ അടിക്കണമല്ലോ അപ്പുറത്ത് ഇവൻ പാടിക്കേണ്ടാവും. ശ്രദ്ധിച്ചില്ലേ? എല്ലാ വാക്കിന്റെ അവൻ തുടങ്ങുന്ന അക്ഷരം വെച്ച് വേറെ വാക്ക് ഇവിടെ പാടുന്നത് ഒരു ബന്ധമില്ല. വേറെ എന്തൊക്കെയോ പാടും. ഓക്കെ ഈ കൂട്ടത്തിൽ സിനിമ നടനാവാൻ സാധ്യതയുള്ളത് ആരാ? സിനിമ നടൻ ആകാൻ ആഗ്രഹമാണോ? സാധ്യതയുള്ളത് അഭിനയം നന്നായി കാഴ്ചവെക്കുന്നത് ആരാ എല്ലാവരുടെയും മുമ്പിൽ? അഭിനയിച്ച് നിൽക്കുന്നതല്ലേ. ആ എല്ലാരും ആയിന്ന് എനിക്ക് തോന്നുന്നു ആ പുള്ളിയായിരിക്കും. എന്താ പറയുക? റെഡി ആവട്ടെ. എല്ലാം റെഡിയാടാ. അത് നടനാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ക്യാമറ നിറഞ്ഞു. എല്ലാം നല്ല രീതിയിലാവട്ടെ. ഓക്കെ അപ്പൊ എന്തായാലും ഇവിടെ പാട്ടുകാരനുണ്ട്, വേറൊരു പാട്ടുകാരനുണ്ട്, നമ്മുടെ കിരീര അച്ചു, എല്ലാവരും ഉണ്ട്. ഇവിടെ ഒരുത്തൻ അത് തന്നെ. അപ്പൊ എന്തായാലും കൊള്ളാം. നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. അപ്പൊ ജാങ്കോ സ്പേസിന്റെ എല്ലാ വ്യൂവേഴ്സിനും ഞങ്ങളുടെ വക ജാങ്കോ സ്പേസിന്റെ എല്ലാ വ്യൂവേഴ്സിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ്.